ഇലക്ട്രിക് വാഹന ലോകത്ത് വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇനി വരുന്ന ഭാവിയിൽ ഇലക്ട്രിക്കിന് വലിയ ഒരു ഭാവിയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടി സുഗമമാക്കാൻ എല്ലാ നിർമ്മാണ കമ്പനികളും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പല നിർമ്മാണ കമ്പനികളും അതിനനുസരിച്ച് പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അത്തരത്തിലുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ്. ഒപ്പം സിമ്പിൾ എനർജി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വൺ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചാണ്. ആ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 5 kWh ബാറ്ററി ഉണ്ട്. പക്ഷേ അത് 2 തരത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വാഹനത്തിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ഞാനിവിടെ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ സുഹൃത്ത് പോയി എടുത്ത കുറച്ച് വീഡിയോസാണ് നമ്മളിതിൻ്റെ കൂടെ കാണിക്കുന്നത്. അപ്പം സിമ്പിൾ എനർജി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒരു മോഡലിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഏറ്റവും പുതിയ മോഡലിനെ, അതായത് ആ ഒരു മോഡലിനെ തന്നെ അപ്ഡേറ്റഡ് വേർഷൻ എന്നുള്ള രൂപത്തിലാണ് സിമ്പിൾ എനർജി വൺ എന്ന് പറയുന്ന മോഡലിനെ ഇപ്പം അവതരിപ്പിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ വെച്ച് ഒരു ഫാക്ടറിയിൽ വെച്ചിട്ടായിരുന്നു നമുക്കിത് കാണാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്ന സമയത്ത് ബാറ്ററിയെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് തന്നെ 212 കിലോമീറ്റർ റേഞ്ചാണ് ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫിഗറാണ്. ഒറ്റ തവണ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുകളുണ്ട്. 1.5 hours കൊണ്ട് ചാർജ് ആവാൻ പറ്റുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സിസ്റ്റം ഉണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5.5 hours കൊണ്ട് 0 to 80%, അപ്പോൾ ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് 7 മണിക്കൂർ എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലുള്ള 2 ചാർജിങ് ഓപ്ഷനുകളാണ് ഈ വാഹനത്തിനകത്തുള്ളത്. അപ്പം 5 kWh ബാറ്ററി എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ 2 തരത്തിലാണ് ഈ ബാറ്ററി ഉള്ളത്. 3.3 kWh ബാറ്ററി ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ, അതായത് നമ്മൾ കാലൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ബാക്കി ഭാഗം വരുന്നത് നമ്മൾ സീറ്റ് പൊക്കി കഴിഞ്ഞാൽ നമ്മൾ സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ സ്റ്റോറേജ് സ്പേസ്, അതിൻ്റെ അടുത്ത് റിമൂവബിൾ ആയിട്ടാണ് എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. ശരിക്കും അതിനകത്ത് ഞാൻ വലിയ ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് സ്വാപ്പിംഗ് സിസ്റ്റം പോലെ കുറേ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ സ്വാപ്പ് ചെയ്തെടുക്കാം. അത് വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ, വണ്ടി കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണെങ്കിൽ ബാറ്ററി ഒരു കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ചാർജ് ചെയ്യാം. ഫ്യൂച്ചറിൽ സ്വാപ്പിംഗ് സ്റ്റേഷനുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂൽ അടിക്കുന്നതിനേക്കാളും സമയ ലാഭത്തിൽ പൈസ കൊടുത്തിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്ത് പുതിയ ബാറ്ററി ഇതിനകത്ത് വെച്ച് യാത്ര ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു വലിയ സാധ്യതയായിട്ട് ഞാൻ എടുത്തു പറയും എന്നുള്ളതാണ്. 165 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ 134 കിലോഗ്രാമാണ് ടോട്ടൽ വെയിറ്റും വരുന്നത്. 105 km/h വേഗതയിൽ വരെ ഈ വാഹനം സഞ്ചരിക്കാൻ കഴിയും. അടുത്ത നിങ്ങളുടെ ചോദ്യം, ഇതിനെന്ത് വില വരും എന്നുള്ളതായിരിക്കും. 1,45,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. ഇപ്പം ആദ്യത്തെ ഘട്ടങ്ങളിൽ ബാംഗ്ലൂരിലാണ് അവർ സെയിൽ ആരംഭിക്കുക എന്ന് പറയുന്നു. ഫ്യൂച്ചറിൽ എല്ലായിടത്തേക്കും അത് വികസിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിലേക്കും അതെത്തും. കാരണം കേരളം ശരിക്കും നല്ലൊരു ഇലക്ട്രിക് മാർക്കറ്റാണ് എന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. കാരണം നമുക്ക് മറ്റുള്ള പലയിടത്തും പോകുന്ന സമയത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാം. ഇനി നമ്മൾ ഈ ഒരു വാഹനത്തെ അടുത്ത് നോക്കി കാണുന്ന സമയത്ത് ഒരു കാര്യം ആദ്യമേ പറയാം. ഈ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ബട്ടൺസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷും എഡ്ജുകളും ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് വെറുതെ ഒരു ബൈക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരി ഭയങ്കര മെച്ചൂർഡായിട്ടാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ കഴിയും എന്നതാണ്. അലോയ് വീലുകളാണ് വരുന്നത്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയറുകളാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അതിനകത്ത് ട്രിപ്പ് മീറ്ററും അതുപോലെ തന്നെ എല്ലാം ഡിജിറ്റലി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ DRL, ഇൻഡിക്കേറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് LED സിസ്റ്റമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടെയിൽ ലാമ്പും അങ്ങനെ തന്നെയാണ് LED-യിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കാറൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ പുഷ് സ്റ്റാർട്ട് ബട്ടണിലാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുള്ളത്. 8.5 kW ഇതിൻ്റെ പീക്ക് പവർ വരുന്നത്. 4.5 നമുക്ക് പവർ എന്നുള്ള രൂപത്തിൽ നോർമൽ ഘട്ടത്തിൽ പറയാം. 72 Nm ഇതിൻ്റെ ടോർക്കും എന്ന് പറയാം. 796 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സീറ്റിനെ കുറിച്ചും കൂടി പറയണം. നല്ല കംഫർട്ടുള്ള സീറ്റാണ്. തൊട്ട് നോക്കിയാൽ നല്ല കുഷ്യനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നല്ല വീതിയുള്ള സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ 2 ആളുകൾക്ക് നല്ല രീതിയിൽ സീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടും അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിററിൻ്റെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുള്ളത് അതൊക്കെ നല്ല പ്രീമിയമായിട്ടാണ് സെറ്റ്. അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം പ്രീമിയം ആയിട്ടാണ് ഇവരതിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈവൻ അതിനകത്ത് ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക്കുകൾ പോലും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇതാണ് സിമ്പിൾ എനർജി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ വൺ എന്ന് പറയുന്ന മോഡൽ എന്ന് പറയാം. അപ്പം ഇത് ഡ്രൈവ് ചെയ്യാനുള്ളൊരു അവസരം ശരിക്കും നമുക്ക് കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ അതിന് കിട്ടും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ. ഉടനെ തന്നെ അതിൻ്റെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം 1,45,000 രൂപയ്ക്ക് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് റേഞ്ച് കിട്ടുന്നത്, അതായത് 212 കിലോമീറ്റർ ദൂരം ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് സിമ്പിൾ എനർജി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ സിമ്പിൾ വൺ എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ അതിനെക്കുറിച്ച്
അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഭാവിയിൽ വലിയ സാധ്യതയുള്ള ഒരു സ്വാപ്പിംഗ് ടെക്നോളജിയോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നേരത്തെ നടന്നൊരു ഇവൻറ്റ് അത് നമ്മൾ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. ഓട്ടോമൊബൈൽ ലോകത്ത് വരുന്ന വിശേഷങ്ങൾ, അതുപോലെ തന്നെ പുതിയ പുതിയ വാഹനങ്ങൾ, അതുപോലെ വാഹന ലോകത്തുള്ള മറ്റു വിശേഷങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട പല രാജ്യത്തിൻ്റെയും കൾച്ചറുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിലൂടെ സംസാരിക്കുന്നത് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിലും മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.